ഒരു വീട്ടില് 4-5 പെൺകുട്ടികളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ മക്കളുണ്ടാവും. അങ്ങനെ 10-30 ആള് ഒരു കുടുംബത്തിലുണ്ടാവും. ഓലമേന കെട്ടിടാവും. ഒരു നയാ പൈസ, അന്ന് നയാ പൈസ എന്നല്ല പറയാ, മുക്കാല് എന്നാ പറയാ, വരുമാനം ഉണ്ടാവില്ല. എന്ത് വരുമാനം ഉണ്ടാവും? എങ്ങനെയൊക്കെയോ ഇങ്ങോട്ട് കഴിഞ്ഞു പോകും. കർക്കിടക മാസത്തിൽ താളും തകരിയും 10 ദിവസം, തകരിയും താളും 10 ദിവസം, അങ്ങനെ ഇങ്ങനെയും 10 ദിവസം. ഇങ്ങനെയൊക്കെയാണ് ജീവിതം മുന്നോട്ട്. അത് എത്ര കുട്ടികളാണ് ഓടി നടക്കുന്നത്, ഏഴത്തിലെ മക്കളോ അനിയത്തിലെ മക്കളോ എന്നൊക്കെ അവർക്ക് അറിയണ്ടാവും. അവിടെ ജനിച്ച കുട്ടിയില് അവസാനത്തെ സന്തതിമാക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവുന്നതല്ലല്ലോ, ഉണ്ടായി പോകുന്നതല്ലേ. കഞ്ഞി ഒരുമിച്ച് തിളപ്പിച്ചിട്ട് എല്ലാവർക്കും കുറച്ച് കഞ്ഞിരവെള്ളം കൊടുക്കുക എന്നുള്ള വിധിയെ പറ്റൂ. കഞ്ഞിയുടെ വെള്ളം കിട്ടുക വലിയ കാര്യം. അതേ ഉണ്ടാവുള്ളൂ. ആ വീട്ടിലത്തെ ദാരിദ്ര്യം പിടിച്ച ഓലമേഞ്ഞ വീട്ടില് ഏറ്റവും പ്രായക്കുറവുള്ള കുട്ടിയാണ് ചിരുതക്കുട്ടി. എല്ലാവരും അവഗണിക്കല്ലോ. ഇങ്ങനെ ഒരു ജന്മ ഈ ഭൂമി മൊത്തം ആവശ്യമില്ല. ആ സമയത്ത് അവിടെ ഒരു ദിവസം വളരെ വൃദ്ധനായ ഒരാള് വടി കുത്തിയിട്ടാണ് നടക്കുന്നത്. വടി കുത്തി നടന്ന് ആ വീട്ടുമുറ്റത്തെത്തി. ഏത് വീട്ടിൽ നിന്നും വേറെ വീട്ടിലേക്ക് കയറിപ്പോവാം. ചിലയിടത്തിൽ മുള്ളുവേലി ഉണ്ടാവും, അത് ഉണ്ടാവണമെന്നില്ല. നമ്മുടെ വീട്ടുമുറ്റത്ത് കൂടെ ആളുകൾ നടന്നു പോകുന്ന കാണാൻ ഇപ്പോഴും സമുദ്രതീര ഗ്രാമങ്ങൾ. ആ വൃദ്ധൻ അവിടെ വന്നിട്ട് അവിടുത്തെ കാരണവന്മാരോട് പറഞ്ഞു, ഞാനും ഭാര്യയും കൂടി കാശിയിലേക്ക് പോകും. നടന്നിട്ടാണ് പോയത്. കാശിയിൽ വെച്ച് ഭാര്യ മരിച്ചു. അവളെ ഗംഗയില് നിമജ്ജനം ചെയ്തു. ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോ അവള് കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് നടന്ന് വരിക. പണ്ട് കാലത്ത് ഇങ്ങനെ കാശിക്ക് പോയവരെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ പലതവണ കാശിയിൽ പോയിട്ടുണ്ട്, ഇപ്പോഴും ഈയിടെയും പോയിരുന്നു. ഇതൊക്കെ നടന്നു പോയി എന്നൊക്കെ പറഞ്ഞ അവിശ്വസനീയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എത്ര വഴിയാ, അത്ര വഴിയല്ലേ കാശിയിലേക്ക് എത്തിക്കാണോ അറിയില്ല. എന്തോവട്ടെ, ഇതൊക്കെ കഥകളല്ലേ. ഈ ചിരകുട്ടിയെ കണ്ടപ്പോ ഈ കാരണവര് പറഞ്ഞു, ഈ കുട്ടി എനിക്ക് തരുമോ? അപ്പൊ എനിക്കിനിപ്പോ നടന്നു പോകാൻ വീട്ടിൽ കുറെ നടക്കണം. എത്രയോ ദിവസം നടന്നാലാണ് ഇനി വീട്ടിലെത്തുക. അതിനെന്താ, കൊണ്ടുപോയിക്കോളും. കാരണം ഇത് പോയി കിട്ടിയാൽ മതി. ബാക്കി കുട്ടികൾക്കും ഇഷ്ടമാണ്. അപ്പൊ കഞ്ഞിരവെള്ളം വായിക്കുമ്പോ അത് കുറച്ച് കൂടുതൽ കിട്ടുമല്ലോ ഒന്ന് പോയാൽ. എല്ലാവരെയും വിട്ടുപിരിഞ്ഞു. ഇത് പോകുമ്പോ ഇവൾക്കൊരു വിഷമം, എന്ത് തരണം വിലാന്ന്. വലിയൊരു തുക എന്നോട് പറഞ്ഞില്ലാന്ന് വിചാരിച്ചു. ഇയാള് പൈസക്കാരനാന്ന് തോന്നിയിട്ടുണ്ട്. കാരനോട് പറഞ്ഞു, 1 ഉറുപ്പ്യ തരണം. 1 ഉറുപ്പ്യ വൻ തുക കേട്ടോ. 1 രൂപ എന്നുള്ളത് വലിയ ഒരു തുകയായതുകൊണ്ട് ആയിക്കോട്ടെ, ഞാൻ ഈ കുട്ടിയെ കൊണ്ടുപോവുക. 1 ഉറുപ്പ്യ കൊടുത്തു കാരണവർ. ബാക്കിയുള്ളവർക്ക് നവർമൈൻഡ്. ഈ ചിരകുട്ടി ഇവരെയൊക്കെ വിട്ടു പിരിയാണ്. ആ കുട്ടിക്ക് ഒരു മനസ്സുണ്ടാവില്ലേ? ചിരകുട്ടി അമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു,
അമ്മ ഞാൻ പോവുകയാണ്, ഇനി എന്നാ കാണുകയെന്ന്. ഇനി കാണലൊന്നുമില്ല, ഇയാളുടെ മേലിലാത്തൊന്നും വാങ്ങി വെച്ചിട്ടില്ലല്ലോ. ഏതോ കാരണം വരെ എവിടേക്കോ കൊണ്ടുപോകല്ലേ. ആ അമ്മയ്ക്ക് പരിഹാസം. എന്ത് കാണുന്നു? ആ കാലം അങ്ങനെയാണ്. നീ തന്നെ കോടീശ്വരൻ കല്യാണം കഴിച്ച് അതിലൊരു കുട്ടി ഉണ്ടാവുമ്പളേ അതിനെ സ്വർണ്ണത്തൊട്ടിയിൽ താട്ടാൻ ഞാൻ വരണ്ട്, പോയിക്കോന്നു. ഇതിലെ കുട്ടി അത് വിശ്വസിച്ചു. അച്ഛാ ഇനി എപ്പോഴാ കാണുകയെന്ന്. എന്നെ കോടീശ്വരൻ കല്യാണം കഴിച്ചിട്ട് എന്റെ കുട്ടിയെ അമ്മ സ്വർണ്ണത്തൊട്ടിയിൽ താട്ടുമ്പോ ഇപ്പുറത്ത് ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കാം. സ്വർണത്തിന്റെ വിസരിയും വീശിയിട്ട്, സ്വർണത്തിന്റെ വിസരി ഉണ്ടാവുമല്ലോ, സ്വർണത്തിന്റെ വിസരി കൊണ്ട് വീശിയിട്ട് ഇപ്പുറത്തിരിക്കാം. കുട്ടിയുടെ കണ്ണ് നിറയുന്നുണ്ട്. ഈ കുട്ടി സങ്കല്പിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മാവന്റെ അടുത്ത് വന്നു. അമ്മാമന്റെ കേട്ടുകൊണ്ടിരിക്കുക. അമ്മാമ എപ്പോഴാ ഇനി കാണുക? എന്നൊരു കോടീശ്വരൻ കല്യാണം കഴിച്ച് അതിലത്തെ കുട്ടിയെ തന്റെ അമ്മ സ്വർണ്ണത്തൊട്ടിയിൽ താട്ടുമ്പോ അച്ഛൻ സ്വർണത്തിന്റെ വിസരി എത്തി വീശുമ്പോഴേ വിറക് കയറേണ്ടി വരും. കുട്ടിയുടെ 28-ന് സ്വർണത്തിന്റെ മഴ ഉണ്ടാക്കി വെച്ചോട്ടോ. കുട്ടി ആന്ന് പറഞ്ഞു. അമ്മായിയോട് പറഞ്ഞു. അമ്മായി അമ്മാവന്റെ ഭാര്യ, നീ കാണുമോ ഇതേ വരി? എന്റെ കുട്ടിയെ അമ്മ സ്വർണ്ണത്തൊട്ടിൽ കാട്ടുമ്പോ അച്ഛൻ ഇപ്പുറത്ത് സ്വർണത്തിന്റെ വിസരി കൊണ്ട് വീശുമ്പോ എന്റെ അമ്മാവൻ സ്വർണത്തിന്റെ മഴ കൊണ്ട് വിറക് കയറുമ്പോ മുറ്റടിക്കണ്ടേ? സ്വർണത്തിന്റെ ചൂലുണ്ടാക്കി വെച്ചോ. പിന്നെ അവിടെ കുറച്ച് കുടുംബാംഗങ്ങളുണ്ട്. എല്ലാവരോടും കുട്ടി ചോദിച്ചു, എപ്പോഴാ നിങ്ങളെയൊക്കെ കാണാൻ പറ്റുക? ഇതേ വരി അവരാവർത്തിച്ചു. സ്വർണ്ണത്തൊട്ടിയിട്ട് കിടത്തി വിസരി, അമ്മാമൻ വിറക് ഇടുമ്പോൾ സ്വർണ്ണമുള്ളുകൊണ്ട്, അമ്മായി സ്വർണത്തിന്റെ ചൂലുകൊണ്ട് മുട്ടടിക്കുന്നു. ഞങ്ങള് വരണ്ടേ എന്തിനാടിയോ? തട്ടുംപുറത്തുള്ള നെയ്ഭരണി എടുത്ത് താഴോട്ട് വെക്കണ്ടേ? നെയ്യിന്റെ ഭരണി എന്നൊക്കെ പറഞ്ഞ വലിയ വീടുകളിലേ ഉണ്ടാവുള്ളൂ. അത് അടുക്കടുക്കായിട്ട് അടുക്കളയിൽ വെക്കും നെയ്ഭരണി. അപ്പൊ കുട്ടിയുടെ 28-ന് നെയ്ഭരണി എടുക്കണ്ടേ? ആ നെയ്ഭരണി എടുക്കാൻ ഞങ്ങൾ വരണ്ട്. ഇതിക്ക് വിഷമുണ്ടോ ദുഃഖമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. പാവങ്ങളുടെ മനസ്സ് ആർക്കും അറിയില്ലല്ലോ. വൃദ്ധന്റെ കൂടെ ഈ കുട്ടി പോയി. വർഷങ്ങൾ കഴിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് മാറ്റമൊന്നുമില്ല. താരതമ്യേന നല്ല ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് യുവതിയായിട്ട് കുട്ടി വന്നു ഗ്രാമത്തിൽ. ഇവർക്ക് കണ്ടപ്പോ മനസ്സായതേ ഇല്ല. ഞാനാണ് പണ്ടത്തെ കുട്ടി. കുട്ടിയുടെ 28-ആണ് ഞായറാഴ്ച. അതിന് വരണം. അപ്പൊ നല്ല ഡ്രസ്സും രീതിയൊക്കെ കണ്ടപ്പോ പോയിക്കൊളയാന്ന് വിചാരിച്ചിട്ട് ഇവരെല്ലാവരും അങ്ങോട്ട് പോയി. നടന്നിട്ടാന്ന് പോവുക. ചെന്നപ്പോ കാണുന്ന നല്ലൊരു ബംഗ്ലാവ്. വളരെ സുമുഖനായിട്ടുള്ള കുട്ടിയുടെ ഭർത്താവ്. ആ വൃദ്ധൻ ഒരു കോടീശ്വരനായിരുന്നു. കോടിക്കണക്കിന് രൂപയാണ്. അന്ന് കോടിയൊന്നും ഉണ്ടാവില്ല, ലക്ഷം എന്നേ പറയുള്ളൂ, ലക്ഷപ്രഭുവിനെ പറയും. അത് മുഴുവൻ കുട്ടിയുടെ പേരില്ല. നല്ല ഭർത്താവ്. ഇങ്ങനെ സങ്കല്പിക്കുമെന്ന് ഈ കുട്ടി സങ്കല്പിച്ചപ്പോ അതായിത്തീർന്നു. നാം ഒരു കാര്യം എങ്ങനെ സങ്കല്പിക്കുന്നു? ഇത് നിഷ്കളങ്കമായ മനസ്സല്ലേ, ഇങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ആ കുട്ടി വിചാരിച്ചു. ശരിയാ.
ചെന്നപ്പോ അമ്മ വരൂ, ഇതാണ് പേരക്കുട്ടി, സ്വർണത്തൊട്ടിയിൽ ഇട്ട് ആട്ടിക്കൊള്ളൂ. സ്വർണത്തിന്റെ തൊട്ടില് അച്ഛൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോട്, സ്വർണത്തിന്റെ വിസരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കാഴ്ച കണ്ടിട്ട് അച്ഛൻ വിടുന്ന് വീശിക്കോളൂ. അത്ഭുതപ്പെട്ടു. അമ്മാമേ, വിറക് കീറാനൊക്കെ ഇവിടെ ആളുണ്ട് കേട്ടോ. പക്ഷെ അമ്മാമ പണ്ടൊരു ആവശ്യം പറഞ്ഞു, സ്വർണത്തിന്റെ മഴ ഉണ്ടാക്കി വെച്ചോ, ഞാൻ വിറക് കീറാൻ വരാമെന്ന്. അതുകൊണ്ട് സ്വർണത്തിന്റെ മഴ ഇതാവും, കുറച്ച് വിറകൊന്ന് കീറിക്കോളൂ, ആഗ്രഹം ഉണ്ടത്. അമ്മായി അത്ഭുതപ്പെട്ട് നിൽക്കുക. അമ്മായി, സ്വർണത്തിന്റെ ചൂലുണ്ട് കേട്ടോ, വേണമെങ്കിൽ മുറ്റൊന്ന് അടിച്ചോളൂ, മുറ്റടിക്കാനൊക്കെ ഇവിടെ ആളുണ്ടെങ്കിൽ. നാത്തൂമാരെ നെയ്ഭരണി മുഴുവൻ മുകളിലിരിക്കുക, അതൊന്ന് എടുത്ത് താഴോട്ട് എടുത്ത് വെച്ച് തരും. നാത്തൂമാരെ അത്ഭുതം. ഗുണപാഠം ഇതൊന്നല്ല, വിഷയം തിരുതക്കുട്ടിയല്ല. ഉറച്ച സങ്കല്പത്തിലേക്ക് മനസ്സ് വരുമ്പോ അതായിത്തീരും. ഞാൻ രോഗിയായി മാറുമെന്ന് വിചാരിച്ചവർ രോഗിയാവും. ഞാൻ പോലീസ് സ്റ്റേഷനിൽ എത്തുമെന്ന് വിചാരിക്കുന്നവൻ അതാവുന്നു. നല്ല സങ്കല്പത്തിലേക്ക് വരുമ്പോ തിരുതക്കുട്ടിക്കുണ്ടായ ഭാഗ്യം നല്ല സങ്കല്പം ആയിരുന്നു. ചിന്തയ്ക്ക് വിട്ടുവാക്കുക സമ്മതിക്കുന്നു.